ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. ക്ലിയർ ആക്കാൻ പറ്റും? എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പോ നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്നെ നമുക്ക് എല്ലാരും പറയുന്നത്. കഷ്ടം. ഇങ്ങനെ ഒരു മനുഷ്യൻ അധപ്പതിക്കാൻ പാടില്ല, ഇങ്ങനെ അഹങ്കരിക്കാൻ പാടില്ല. ഇത്രയ്ക്കങ്ങ് അഹങ്കരിക്കത്തക്ക രീതിയിലുള്ള ഒരു പൊസിഷനിലും രേണു ഇതുവരെയും എത്തിയിട്ടില്ല. അങ്ങനെ ഒരു പൊസിഷനിൽ എത്തിച്ചേർന്നിട്ട് പോരെ അഹങ്കാരം. ഒരുപാട് അഹങ്കരിച്ചു കഴിഞ്ഞാൽ ദൈവമായിട്ട് തന്നെ അതിനുള്ള ശിക്ഷ ഫലം നമുക്ക് തരും. രേണു എന്താണ് എന്നുള്ളത് ഈ ഒരു അഭിപ്രായത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയിലൂടെ രേണുവിന്റെ പല അഭിപ്രായ പ്രകടനങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ അഭിപ്രായം ഒരുപാട് അതിര് വിട്ടുപോയി, മോശമായി പോയി. രേണു ഇങ്ങനൊരു അഭിപ്രായത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലളക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് നമുക്ക് ദാനമായിട്ട് കിട്ടിയത് എന്താണോ ആ വസ്തു നമ്മൾ സ്വീകരിക്കുക. അതിനകത്ത് കുറ്റങ്ങളുണ്ടാകും, കുറവുകളുണ്ടാകും, അതൊന്നും നമുക്ക് വിളിച്ചു പറയാനുള്ള അർഹതയില്ല. കാരണം അത് ദാനമായിട്ട് കിട്ടിയ വസ്തുവാണ്. ഈ അഭിപ്രായം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയ ചിന്ത ഒന്നേ ഒന്ന് മാത്രമാണ്. ആ വീട് അർഹതപ്പെട്ട ഒരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിയില്ലല്ലോ. നമ്മുടെ നാട്ടിൽ എത്രയോ പാവപ്പെട്ടവരുണ്ട്. വീടോ സ്ഥലമോ കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത, ഒരു മേൽക്കൂര പോലും ഇല്ലാത്ത എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട്. ആ പാവപ്പെട്ടവരുടെ മനസ്സിലെ ചിന്ത എന്തായിരിക്കും? കയറിക്കിടക്കാൻ ഒരു മുറിയുള്ളൊരു വീടെങ്കിലും, സ്വന്തമായിട്ടൊരു വീടെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. അത്തരത്തിലുള്ള അർഹതപ്പെട്ട ഒരു വ്യക്തിയുടെ കയ്യിൽ ആ വീട് കിട്ടണമായിരുന്നു. എന്നാൽ അയാൾ പൊന്നുപോലെ ആ വീടിനെ നോക്കിയേനെ. സത്യമല്ലേ? ഇതൊരുമാതിരി കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണ് രേണുവിന്റെയും കുടുംബത്തിന്റെയും കയ്യിൽ ആ വീട് കിട്ടിയത്. അതായത് ഈ കൊരങ്ങന്മാർക്ക് പൂമാലയുടെ മഹത്വം ഒന്നും അറിയത്തില്ല. പൂ എന്താണെന്നോ പൂമാലയുടെ മഹത്വം എന്തുവാണെന്നോ അറിയത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഈ പൂമാല പിച്ചി ചീന്തി 4 വഴിക്ക് കളയും. അതിന്റെ മനോഹാരിതയൊന്നും മനസ്സിലാക്കാൻ അവർക്ക് അറിയത്തില്ല. അതേപോലെയാണ് ചില മനുഷ്യർക്ക് ഇതുപോലെയുള്ള വസ്തുക്കൾ കിട്ടുന്നത്. രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിന്റെ ജീവിതത്തിലേക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ വീട്. എന്ത് മനോഹരമായിട്ടുള്ള വീടാണ്, എന്ത് വൃത്തിയിലാണ് പണിഞ്ഞു കൊടുത്തേക്കുന്നത്. നല്ല ഫിനിഷിങ്ങിൽ, നല്ല വൃത്തിയായിട്ട്, നല്ല സ്പേസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. രേണുവിനെ സുഖമായിട്ട് ആ വീട്ടിൽ ജീവിക്കുക. അങ്ങനെ ഒരു വീട് കൈ കിട്ടിയിട്ട് അതിനെ പറ്റിയിട്ട് കുറ്റം പറയുന്നു. ആ വീട് എത്രയോ ആൾക്കാരുടെ അധ്വാനമാണ്, എത്ര നല്ല മനസ്സുള്ള ആൾക്കാരുടെ അധ്വാനവും അവരുടെ വിയർപ്പുമാണ് ആ വീട്. ആ അധ്വാനത്തെ അല്ലേ രേണു തള്ളി പറഞ്ഞത്? ആ നല്ല മനസ്സുള്ളവരുടെ ആ മനസ്സിനെ അല്ലേ രേണു തള്ളി പറഞ്ഞത്? ഇങ്ങനെ ഒരിക്കലും ഒരു വ്യക്തി അധപതിക്കാൻ പാടില്ല. ഈ രീതിയിൽ ഒരിക്കലും മാറാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് പല സൗഭാഗ്യങ്ങളും പിന്നീട് വരുമായിരിക്കും. നമ്മൾ ചിലപ്പം വലിയ വലിയ പൊസിഷനിലേക്ക് എത്തുമായിരിക്കും. എന്നാൽ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ ആപത്ത് കാലത്ത് നമുക്കൊന്നുമില്ലാത്ത സമയത്ത് നമ്മളെ സഹായിച്ചത് ആരാണോ അവരെ ഒരു കാരണവശാലും നമ്മൾ മറക്കാൻ പാടില്ല. അന്നേരം നമുക്ക് കിട്ടിയ 1 രൂപ നാണയമാണെന്നുണ്ടെങ്കിലും ആ 1 രൂപ നാണയം ആരുടെ കയ്യിൽ നിന്നാണോ കിട്ടിയത് അവരെ നമ്മൾ ഓർത്തു വെക്കണം. പക്ഷെ രേണു വല്ലാതെ മാറിപ്പോയി. ഇത് വളരെ മോശമായിപ്പോയി. ഈ വീട് പണിഞ്ഞു കൊടുത്തത് KHDEC എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ ഓണർ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവരെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. അത്തരം കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ. നമുക്ക് കേട്ടു നോക്കാം. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലും നിങ്ങളുടെ പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന രീതിയിലല്ലേ സംഭവം? ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളെ ക്രെഡിബിലിറ്റിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം പറയാം. എൻ്റെ മകളെ ഞാൻ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ കെട്ടാൻ പോകുന്ന പയ്യനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഒരാൾ എൻ്റെ അടുത്ത് വെറുതെ ഒരു നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ ആ കല്യാണം ഞാൻ പ്രൊസീഡ് ചെയ്യില്ല. നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതെ, വീടും നിർമ്മാണവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി വർക്ക് എടുക്കുന്ന ആൾക്കാരാണ്, അല്ലാതെ TV-കളിൽ പരസ്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വർക്ക് എടുക്കുന്ന ആൾക്കാരല്ല. ഇപ്പം എനിക്ക് വർക്ക് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വീടുമായി സഹകരിച്ച് ആർക്കെങ്കിലും വർക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീടുണ്ടാക്കി കൊടുത്തിട്ട് 1 വർഷം പോലും ആയിട്ടില്ല, ആ വീട് ചോരാൻ തുടങ്ങി. ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ വീട് പണി ഏൽപ്പിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ ശരിക്കും ഞങ്ങളുടെ ബിസിനസ്സിനെ അത് എഫക്റ്റ് ചെയ്യുന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. ഞങ്ങളുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കും, ഞങ്ങളുടെ ട്രസ്റ്റിനെ ബാധിക്കും. കണ്ടില്ലേ? അവരുടെ അധ്വാനത്തിന് കിട്ടിയ ഫലമാണ്. ഇതാണ് പറയുന്നത്, അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അർഹതപ്പെട്ടവർക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചടി കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. എല്ലാ ആൾക്കാരും ഇത് മനസ്സിലാക്കി വെക്കുക. ആർക്ക് ദാനം കൊടുക്കുന്നു, ആർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അർഹതപ്പെട്ടവരാണോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം കൊടുക്കുക. ആ വീട് രേണുവിനും രേണുവിന്റെ 2 മക്കൾക്കും
അതായത് കൊല്ലസുധിയുടെ 2 ആൺമക്കൾക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് പണിഞ്ഞു കൊടുത്തതാണ്. കൊല്ലസുധിയുടെ ആൾക്കാർ ആ വീട്ടിൽ കഴിയണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇവർ പണിഞ്ഞു കൊടുത്തത്. അത് നല്ല വൃത്തിയുള്ള വീടാണ്, ആ വീട്ടിൽ ഒരു കുറ്റവും ഇല്ല. പിന്നെ രേണു പറയുന്നു ഗ്ലാസിന്റെ ഇടയിലൂടെ ഒക്കെ വെള്ളം വീഴുന്നുണ്ടെന്ന്. നമ്മുടെ നാട്ടിലെ മഴക്കാലത്തിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. മാത്രമല്ല ആ വീടിരിക്കുന്ന സ്ഥലത്ത് വേറെ മരങ്ങളോ വൃക്ഷങ്ങളോ വേറെ വീടുകളോ ഒന്നുമില്ല. അപ്പൊ ആ വീട് മാത്രമാണ് മഴവെള്ളത്തിനുള്ള ഒരു തടസ്സം. അപ്പൊ മഴ നല്ല ശക്തമായിട്ട് പെയ്യുമ്പോൾ ഗ്ലാസിന്റെ ഇടയിലൂടെ ഒക്കെ വെള്ളം വരും. അല്ലാതെ മേൽക്കൂരയിൽ നിന്നല്ല വെള്ളം ചോരുന്നത്, ഗ്ലാസിന്റെ ഇടയിൽ നിന്നാണ്, ജനലിന്റെ ഗ്ലാസിന്റെ ഇടയിൽ നിന്ന്. അങ്ങനെ വെള്ളം വരുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ഷീറ്റോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വെള്ളം വരത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ തടസ്സമായിട്ട് വെച്ചാൽ മതി. അതിന് പോലും വയ്യ. ആ വീടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിടാനോ ആ വീടൊന്ന് വൃത്തിയായിട്ടിടാനോ രേണുവിനെയും കൊണ്ട് പറ്റുന്നില്ല. മാത്രമല്ല ആ ബിൽഡേഴ്സിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ഇല്ലാതെയാക്കി. അവരുടെ നല്ല മനസ്സിന് അവർക്ക് കിട്ടിയതാണ്, അവരുടെ ക്രെഡിബിലിറ്റി എല്ലാം പോയി കിട്ടി. ഇദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇവരുടെ ഈ ഒരു ബിൽഡേഴ്സിനെ ആരെങ്കിലും വീട് പണിയാൻ ഏൽപ്പിക്കുന്ന സമയത്ത് അവർ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർ പിൻവാങ്ങത്തില്ലേ? അതായത് ദാനമായിട്ട് കൊടുത്തത് പോലും വൃത്തിയായിട്ട് പണിഞ്ഞില്ല. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവരങ്ങനെയല്ല. എല്ലാ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ആ വീട് അവരുടെ കയ്യിൽ കൊടുത്തത്, രേണുവിന്റെ കുടുംബത്തിന്റെ കയ്യിൽ കൊടുത്തത്. അവിടെ ഫർണിച്ചർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടു, എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുത്തിരുന്നു. മോട്ടർ സഹിതം പിടിപ്പിച്ച് എല്ലാ ഫർണിച്ചറും ഇട്ട് കട്ടിലും എല്ലാ സാധനവും ആ വീട്ടിൽ ഇട്ട് കൊടുത്തിരുന്നു. പ്യൂരിഫയർ വരെ, വാട്ടർ പ്യൂരിഫയർ വരെ വെച്ച് കൊടുത്തിട്ടാണ് ഈ വീടിന്റെ താക്കോല് കൈമാറിയത്. അവർക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു? ഇവർക്ക് വല്ല കാര്യമുണ്ടോ? ഇവർക്കൊരു കാര്യമില്ല. ഇപ്പൊ അവസാനം അവർക്ക് തന്നെ അത് വിനയായി. വീടിന്റെ ഒരു കിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ മകന് 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞങ്ങൾ ആ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി. എന്ന് വെച്ചാൽ ഒരു വീടാണെങ്കിലും നമ്മുടെ വാഹനമാണെങ്കിലും ഓഫീസാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിൽ പോലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിനകത്ത് ഞാൻ കുളിക്കാതെ ഷേവ് ഒന്നും ചെയ്യാതെ നടന്നു കഴിഞ്ഞാലൊന്നും ശരിയാവില്ല, ഞാൻ സുന്ദരനാവില്ല, ഞാൻ വിരൂപനായി മാറും, പൊതുവെ എനിക്ക് അസുഖങ്ങളൊക്കെ വരും. അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് വീടും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒട്ടും ഹൈജനിക് അല്ല. നമ്മൾ ആ വീഡിയോയിൽ കാണുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ അല്ല, ആകെ വലിച്ചു വാരിയിട്ടല്ല. പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ആ വീടിന്. അതിപ്പോൾ നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ വീട് കൊടുത്തു, നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള അലിഗേഷൻസ് വരുമ്പോഴാണ് വീണ്ടും നമ്മൾ ഇതിനകത്ത് ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇതിനകത്ത് രേണുസുധി നടത്തിയ മറ്റൊരു പരാമർശമുണ്ട്. അതായത് ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, വൃത്തി. ഇതാണ് ഞാൻ ആദ്യം ആ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞത്, കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണെന്ന്. അയ്യോ, ഞാൻ കൊരങ്ങന്ന് ഇവരെ അല്ല വിളിച്ചു കേട്ടോ, ഞാനൊരു പഴഞ്ചൊല്ല് മാത്രമാണ് പറഞ്ഞത്. ഇനി രേണുവിനെ ഞാൻ അങ്ങനെ വിളിച്ചു എന്ന് രേണു പറയും, അങ്ങനെയല്ല. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയാം, ജസ്റ്റ് ഒരു പഴഞ്ചൊല്ല് മാത്രമാണ്. അതായത് നമ്മളൊരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിന്റെ മഹത്വം അറിയുന്ന ആളുടെ കയ്യിലാണ് ആ ഒരു സാധനം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ സാധനത്തെ നല്ല വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കും. എന്നാൽ അതിന്റെ മഹത്വം അറിയാത്ത ആൾക്കാരുടെ കയ്യിലാണ് ആ വസ്തു കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ വസ്തുവിനെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കും. ആ അവസ്ഥയാണ് ഇപ്പൊ ആ വീടിൻ്റെത്. ആ വീടിന്റെ മഹത്വം ഇവർക്ക് അറിയത്തില്ല. ആ വീടിന്റെ മഹത്വം അറിയാത്തത് കൊണ്ട് തന്നെ ആ വീട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിടുന്നില്ല, ആ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല. എന്നിട്ട് കുറച്ച് ന്യായീകരണങ്ങൾ അങ്ങ് വന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ അങ്ങനെ ചെയ്തതാണ്, ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ്, സ്ഥലമില്ല, ഒരു ഫോട്ടോ തൂക്കാൻ പറ്റുന്നില്ല, അത് പറ്റുന്നില്ല, ഇത് പറ്റുന്നില്ല, എന്തൊക്കെ കുറ്റങ്ങളാണ് ആ വീടിനെ പറ്റിയിട്ട്. ഇതിനും ഭേദം അവയെ വാടക വീട്ടിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു. നേരത്തെ വാടക വീട്ടിൽ കഴിഞ്ഞ ആൾക്കാരാണ് സ്വന്തമായിട്ടൊരു വീട് കിട്ടിയപ്പോൾ ആ വീടിനെ കുറ്റം പറയുന്നത്. എന്നിട്ട് രേണു നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എനിക്ക് കിട്ടിയ വീടല്ല, കൊല്ലസുധിയുടെ മക്കൾക്ക് കിട്ടിയ വീടാണ്. എന്തേ, കൊല്ലസുധിയുടെ ആരും അല്ലേ രേണു? രേണുവിനും കൂടെ കിട്ടിയ വീടാണ്. ചിലപ്പോൾ മക്കളുടെ പേരിലായിരിക്കാം, പക്ഷെ രേണുവിനും കൂടി കിട്ടിയ വീടാണ്. ഇനി മക്കൾക്ക് കിട്ടിയതാണെന്ന് പറയുന്നു. മക്കൾക്ക് കിട്ടിയതായിട്ട് കിച്ചുവിന്റെ റൂം പോലും ആൾക്കാർ കൈയടക്കിയേക്കാണ്. കിച്ചുവിന് അവിടെ ഒരു സ്ഥാനവും ഇല്ല. ഓക്കെ, ഇതിനകത്തോട്ട് കിച്ചുവിനെ ഞാൻ വലിച്ചഴക്കുന്നില്ല. കിച്ചു ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നിടം വരെ ആ കുട്ടിയെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഓക്കെ, അതെല്ലാം നമുക്ക് മാറ്റിവെക്കാം. ബാക്കി ആരും തന്നെ അവിടെ ഇല്ല. കൊല്ലസുധിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലസുധിയുടെ സ്വന്തക്കാരോ ബന്ധുക്കാർക്കോ ഒന്നും തന്നെ ആ വീട്ടിൽ ഒരു രീതിയിലുള്ള ഒരു ഇതും ഇല്ല. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കേണ്ട, കാരണം അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കും. പക്ഷേ ആ വീട് എനിക്കും കൂടി കിട്ടിയതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് രേണുവിന് ഭയങ്കര കുറച്ചിലാണ്. അതുകൊണ്ടാണ് രേണു അത് സമ്മതിക്കാത്തത്. എപ്പോഴും പറയും അത് മക്കൾക്ക് കിട്ടിയതാണ്, എനിക്ക് കിട്ടിയതല്ല. രേണുവിന് കിട്ടിയതല്ലെങ്കിൽ രേണു അല്ലേ അവിടെ താമസിക്കുന്നേ? രേണു അല്ലേ ഇത്രയും നാളും ഇവിടെ താമസിച്ചത്? രേണുവാണ് ആ വീടിന്റെ ഗൃഹനാഥ. അപ്പൊ ആ ഗൃഹനാഥയുടെ വീടാണ്. ഗൃഹനാഥയുടെ പേരിലല്ലെന്നുണ്ടെങ്കിലും ഗൃഹം ഭരിക്കുന്നത് ആരാണോ അവരുടെ പേരിലുള്ള വീടാണത്. അപ്പൊ എന്തുകൊണ്ടാണ് രേണുവിന് സമ്മതിക്കാൻ ഇത്രയും മടി, ബുദ്ധിമുട്ട്? ഇനി എല്ലാം നമുക്ക് മാറ്റിവെക്കാം.
ഈ രേണുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഏറ്റവും വൃത്തികെട്ടൊരു മനോഭാവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഗതിയിൽ നമുക്കൊരു കാര്യം കിട്ടി, നമുക്കൊരു നല്ല കാര്യം ആരെങ്കിലും ചെയ്തു തന്നു, അവരെ നമ്മൾ പിന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമോ? എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമോ? ഒരിക്കലും ഇല്ല. കാരണം അവര് നമ്മുടെ മനസ്സിൽ അവർ ദൈവങ്ങളാണ്. ദൈവങ്ങളെ പോലെ കണ്ടില്ലെങ്കിലും അവരെ നമ്മൾ ഒരിക്കലും പിന്നെ ഉപദ്രവിക്കാനോ ഒന്നും പോത്തില്ല. അവരെ കാണുമ്പോൾ നമുക്ക് ബഹുമാനമാണ്. എന്നാൽ ഇത്രയും നല്ലൊരു വീട് വെച്ച് കൊടുത്ത ആൾക്കാരെ തന്നെ തിരിച്ചു വിളിച്ച് ഭീഷണിപ്പെടുത്തി. ആ ഭാഗം കൂടെ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. വീട്ടിൽ നിന്ന് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് മോട്ടോർ വർക്ക് ചെയ്യില്ല എന്നായിട്ട് വിളിച്ചു ഇവരുടെ ഫാദർ. അപ്പോൾ ഞാൻ പറഞ്ഞു മോട്ടോർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾ വെച്ച മോട്ടറല്ല, ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ വെച്ച മോട്ടറല്ല, ഫ്ലവേഴ്സ് കൊടുത്ത മോട്ടറായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഞങ്ങൾ തന്ന മോട്ടറിലാണ്. അവർ ഫ്ലവേഴ്സ് ചാനലിൽ വിളിച്ചു, അവരോട് പറഞ്ഞു. അവർ എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞ ചിലത് നിങ്ങൾ അടുത്ത ഷോപ്പിൽ കൊണ്ടുപോയിട്ട് മോട്ടർ കത്തിയതാന്ന് പറഞ്ഞു. ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ശരിയായിക്കോളൂ, അതിന് വാറണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുന്നത് എന്തോ ഇത് ക്ലോക്ക് എന്തോ താഴെ വീണ് പൊട്ടി എന്തോ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാനിതിലേക്ക് എന്ത് ചെയ്യും, അതുപോലെ ബൾബ് എന്തോ കത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. പക്ഷേ അതിന് മുന്നേ എന്നെ വിളിച്ചു അവരോട്. മുന്നേ വിളിച്ചത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിളിയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ അടുപ്പില്ല, വിറക് വെച്ച് കത്തിക്കാൻ അടുപ്പില്ല, ഒരു വർക്ക് ഏരിയ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം പുറത്തുനിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഫണ്ടില്ല എന്ന് പുറത്തുനിന്ന്. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് ചാനൽ വരുന്നതാണ്, ഇവിടെ സോഷ്യൽ മീഡിയ ചാനൽ വരുന്നതാണ്. അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇല്ല, നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാൻ പൊതുസമൂഹത്തോട് റിക്വസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് ചീത്തപ്പേരാവുന്നു അതിൻ്റെ അടുത്ത്. ഭീഷണിയുടെ സ്വരം. എക്സാക്ട്ലി അത് ഒരു ഭീഷണിയുടെ സ്വരം തന്നെയാണ്. നിങ്ങൾക്ക് ചീത്തപ്പേരെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ചീത്തപ്പേരില്ല, നിങ്ങൾ ആരോട് റിക്വസ്റ്റ് ചെയ്ത് ആരും കൊണ്ട് ഉണ്ടാക്കിച്ചെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അവരങ്ങനെ പറയുള്ളൂ. ഈ ഇതിന്റെ കാര്യം തന്നെ, ഈ ഗ്ലാസ് ഇടുന്ന കാര്യം തന്നെ 2-3 തവണ ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു തന്നെ വേറെ ആൾ വഴി. ഏത് രീതിയിൽ? ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നു പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും. എൻ്റെ അതിൻ്റെ വോയിസ് റെക്കോർഡൊക്കെ ഉണ്ട്. നമ്മൾ അതൊന്നും പുറത്തോടായിട്ടാ. നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പറയും, നിങ്ങൾ വന്നിട്ട് ഗ്ലാസ് ഇട്ട് തരണം, നിങ്ങളൊന്ന് അത് ചെയ്ത് തരണം, ഇത് തരണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഗ്ലാസ് ഇട്ടോ, 2500 രൂപ 3000 എടുത്ത് ഗ്ലാസ് ഇടാൻ പറ്റുമോ അവർക്ക്? കൊള്ളാം, നമിച്ചു, ഒന്നും പറയാനില്ല. ഇത്രയും നല്ല മനോഭാവമുള്ള വേറെ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇതിനെയാണ് പറയുന്നത് പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കുക. ഞാൻ ഈ വീഡിയോയിൽ 3 പഴഞ്ചൊല്ല് പറഞ്ഞു. ഈ 3 പഴഞ്ചൊല്ലും ഈ സിറ്റുവേഷനിൽ വളരെ ആപ്റ്റായിട്ടുള്ള പഴഞ്ചൊല്ലാണ് കേട്ടോ. നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം പഴഞ്ചൊല്ലുകൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ 3 പഴഞ്ചൊല്ലും വളരെ കറക്റ്റാണ്. ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പാല് കൊടുത്ത കൈക്ക് കടിച്ചു. അതായത് നല്ലൊരു വീട് വെച്ച് കൊടുത്ത ആളെ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയും അത്രേ, ഈ വീട് ഇത്രയും കിട്ടിയത് പോരാ, വീടിന് വർക്ക് ഏരിയ വേണം, ക്ലോക്ക് പൊട്ടിയത് മാറ്റി കൊടുക്കണം, മോട്ടോർ കേടായത് മാറ്റി കൊടുക്കണം. ഇവർ പിന്നെ എന്തോത്തിന് ജോലി ചെയ്യുക? രേണു പറയുന്ന കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഈ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്നാണ് നമ്മളുടെ ബാക്കിയുള്ള മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത്. നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളാണ്. അവര് വീട് വെച്ച് കയ്യിലേക്ക് തന്നു, ഇനി ആ വീടിന്റെ കാര്യങ്ങളൊക്കെ ബാക്കി നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. അതുപോലും അറിയത്തില്ലേ? അത്രയും ബോധമൊന്നും ഇല്ലേ? ഇത്രയും ബോധവും വിവരവും ഇല്ലാത്ത കുറെ മനുഷ്യന്മാർ. എന്നിട്ട് ഇവരെയും തലയിൽ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ട്. നമ്മൾ ആരെങ്കിലും ഇവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരായി, നമ്മൾ വൃത്തിയില്ലാത്തവരായി, നമ്മൾ വൃത്തികെട്ടവരായി, നമുക്കാണ് ഏറ്റവും വലിയ കുറ്റം. എന്നാൽ ഇവർക്ക് പൊതുസമൂഹത്ത് വന്ന് ഇങ്ങനത്തെ എന്ത് വൃത്തികേടും കാണിക്കാം, എന്ത് തോന്നിവാസവും കാണിക്കാം. വൃത്തികേട് കാണിക്കാം, പക്ഷെ നമ്മളതിനെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല, നമ്മൾ അതിനെ പറ്റിയിട്ട് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് അപരാധി. ഈ ചെയ്തവരാരും അപരാധികളല്ല. വാട്ട് എ വേൾഡ്! ഒന്നും പറയാനില്ല. ഇത്രയും നല്ലൊരു സൊസൈറ്റി, ഇത്രയും നല്ല കുറെ ആൾക്കാർ, ഇവരെ പറ്റിയിട്ട് അവർക്ക് എന്തും കാണിക്കാം, പക്ഷെ അവരെ പറ്റിയിട്ട് സംസാരിക്കാൻ പാടില്ല. നമ്മൾ ഇനി വായടച്ച് വെക്കാം, ഈ വായിൽ ഇങ്ങനെ എന്തെങ്കിലും ടേപ്പ് ഒട്ടിച്ചിരിക്കാം, അതേ നടക്കത്തുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരായി. ഇപ്പൊ ഞാൻ ഈ വീഡിയോ പറഞ്ഞു, നാളെ ഒരു കാലത്ത് കുറെ ആൾക്കാർ പറയും ഞാൻ രേണുവിനെ കളിയാക്കി, മൃഗവുമായിട്ടൊക്കെ ചിത്രീകരിച്ചു. ഞാൻ മൃഗവുമായിട്ടൊന്നും ചിത്രീകരിച്ചില്ല, ഞാൻ ഇനി ഒന്നും കൂടി അങ്ങ് പറഞ്ഞേക്കാം. കാരണം പറ്റുന്നില്ല, നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകാരായി, കുറ്റക്കാരായി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പറയാതിരിക്കും? നിങ്ങൾ തന്നെ പറ. നമ്മൾ സംസാരിച്ചു പോകും. കാരണം അത്രയും മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്ത് നല്ല മെസ്സേജാണ് രേണു ഇതിലൂടെ കൊടുക്കുന്നത്? ദാനം കിട്ടിയ ഒരു കാര്യം, അതിനെ പറ്റിയിട്ട് കുറ്റം പറയുന്നു. ആ ദാനം തന്ന ആളെ പോയി കടിക്കുന്നു. കൊള്ളാം.